Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മോംസിന് കുറച്ച് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ ഡെലിവറി റിലേറ്റഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറേ കമൻസൊക്കെ വരാറുണ്ട്, ചേച്ചി യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ബിക്കോസ് ഇത് ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ അന്ന് ഗോകു നാട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത ടൈമിലായിരുന്നു അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ബ്രസ്റ്റ് പമ്പിൻ്റെ വീഡിയോ ചെയ്യണേന്ന്. പറയാൻ പറഞ്ഞു. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് പമ്പിൻ്റെ ആണ്. ബ്രസ്റ്റ് പമ്പിൻ്റെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്നുണ്ട് പ്രഗ്നൻസി ടൈമിൽ, അല്ലെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഈ ബ്രസ്റ്റ് പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിന് ഉപയോഗിക്കാം, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാനിപ്പം മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് മാത്രമല്ല, നമ്മൾ ഈ ബ്രസ്റ്റ് പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത കുറേ പേരുണ്ടാവും, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. സോ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഐറ്റം. കണ്ടോ, ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിലായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യാസ് നമ്പർ 1 വൈബ്രേറ്റബിൾ ബ്രസ്റ്റ് പമ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതേണക്ക് തന്നെ ഒരുപാട് വേറെ വെറൈറ്റി മോഡൽസും ബ്രാൻഡ്സും ഒക്കെ അവൈലബിൾ ആണ്. ആക്ച്വലി ഞാനിത് ഇൻസ്റ്റഗ്രാമിലൊരു പേജ് കണ്ടു, ഇവരുടെ ബം ടു ക്രേഡിൽ എന്ന് പറഞ്ഞൊരു പേജ് കണ്ടു. ആ പേജിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് എന്ന് അറിയുന്നത്. അപ്പം അവരുടെ പേജിൽ തന്നെ കയറിയിട്ട് ഞാൻ ആമസോണിൽ കയറിയിട്ട് ഓർഡർ കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിന് ഞാൻ മേടിച്ചപ്പോൾ ഉള്ള റേറ്റ് 5,999 രൂപയാണ്. അതായത് 6,000 രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. 6,000 രൂപയ്ക്ക് ഇത് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേർത്താണ്. ഇതിനകത്ത് റേറ്റ് പക്ഷേ ഇതിൻ്റെ അകത്ത് റേറ്റ് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, 7,999 രൂപയെന്നാണ് കൊടുത്തേക്കുന്നത്. അതെന്തുകൊണ്ടിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടിട്ടാണോ 6,000 സംതിങ്ങിന് 5,000 സംതിങ്ങിന് കിട്ടിയതെന്ന് എനിക്ക് അറിയാൻ വയ്യ. MRP റേറ്റ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 7,999 കൊടുത്തേക്കുന്നത്. പക്ഷേ ആമസോണിൽ ഇപ്പോഴും ഇതിൻ്റെ റേറ്റ് 5,999 കേട്ടോ. സോ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. പ്രഗ്നൻസി നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഡെലിവറി കെയർ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് ഈ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാൻ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ബ്രസ്റ്റ് പമ്പ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പം എൻ്റെ 2 മക്കൾക്കും ഫീഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഒന്നാമത്തെ കാര്യം ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പമ്പ് ചെയ്ത് നോക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കാറുണ്ട്. ഇത് ഞാൻ പമ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓൾറെഡി പമ്പ് ചെയ്ത് വെക്കാനുള്ള റീസണുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു. ഇതിപ്പം 180 ml ആണ് പമ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം 2 മക്കൾക്കും കൊടുക്കാനുള്ള പാലുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പമ്പ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരു ബ്രസ്റ്റിൽ എത്ര പാലോളം ഉണ്ട്, മറ്റേ ബ്രസ്റ്റിൽ എത്ര പാലോളം ഉണ്ട് എന്നറിയാം. എനിക്കിപ്പം ലെഫ്റ്റ് സൈഡിൽ പാല് കൂടുതലും റൈറ്റ് സൈഡിൽ പാല് കുറവാണ്. അത് ഞാൻ ഈ പമ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. കാര്യം ഒരു ടൈം വെച്ചിട്ടാണ്. ഇതിപ്പം ഇലക്ട്രോണിക് അല്ല, ഓട്ടോമാറ്റിക് പമ്പാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കണക്ക് മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പമ്പ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ പമ്പ് ചെയ്ത സാധനം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ, ബോട്ടിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ബോട്ടിലാക്കി കൊടുക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇത് പമ്പ് ചെയ്ത് വെക്കുന്നത്. കാശി കൊടുക്കൂല, കാശി കുടിക്കത്തില്ല. ബോട്ടിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കാശി കുടിക്കത്തില്ല. കുഞ്ഞു ബേബി കുടിക്കുന്നുണ്ട്, കുഞ്ഞു ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെക്കുന്നത് മെയിനായിട്ട്. കാശിയുടെ സമയത്ത് കാശിക്ക് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് നിപ്പിൾ ക്രാക്കർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ നിപ്പിൾ പിടിച്ചു കയറുന്ന സംഭവം, അത് പാല് കൊടുക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാവുന്ന ഒരു അനുഭവമായിരിക്കും. എൻ്റെ ദൈവമേ,
നമ്മൾ പാല് കൊടുത്തൊരു ന്യൂ ബോൺസിന് പാല് കൊടുത്തൊരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നിബിൾ എന്തായാലും വെടിച്ച് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. കാശിക്ക് പാല് കൊടുക്കുമ്പം ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറി, ശീലമായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3 മാസം വരെ എനിക്ക് തോന്നുന്നു നിപ്പിൾ ക്രാക്കർ ഉണ്ടായിരുന്നു, അതിനുശേഷം മാറി. ഞാൻ അവസാനം ഡോക്ടറെ കണ്ടിട്ടൊരു ക്രീമൊക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ക്രീം യൂസ് ചെയ്ത് നിർത്തി. പിന്നെ ഇങ്ങനെ വേദന സഹിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. സോ ആ ടൈമിലും ഞാൻ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാനുവലായിരുന്നു മേടിച്ചല്ല, ശരണേച്ചി മേടിച്ചാണ്. ശരണേച്ചിക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല, സോ അതുകൊണ്ടിട്ട് അത് എനിക്ക് തന്നു. അങ്ങനെ അത് ഉപയോഗിച്ചു. ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ കൈ വെച്ച് തന്നെ ഒരു പിടിയുണ്ട്, ആ കറക്റ്റ് എൻ്റെ കയ്യിലില്ല, അത് കളഞ്ഞു പോയി, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. നമ്മുടെ ഈ വാഷ്റൂമിലെ ഹാൻഡ് ഷവർ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ പിടിക്കാനായിട്ടൊരു പിടിയുണ്ട്. ആ പിടി വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടാണ് ബ്രസ്റ്റിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴാണ്, പിടിക്കകത്ത് അമർത്തി കൊടുക്കുമ്പം പാല് കളക്ട് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ കണക്ക് കാശിയുടെ സമയത്തും ഇതുപോലെ ഈ നിപ്പിൾ വെടിച്ച് കീറും ഭയങ്കര വേദനയാണ്. കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു കാശിയുടെ സമയത്തൊക്കെ പാൽ കൊടുക്കുന്നത്. അന്നേരമാണ് ഈ സാധനം, ഈ ബ്രസ്റ്റ് പമ്പിൻ്റെ കാര്യം അറിയുന്നത്. ബ്രസ്റ്റ് പമ്പിൻ്റെ കാര്യം അറിയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പാല് നല്ല രീതിയിലുണ്ടായിരുന്നു. പാൽ ഒരുപാടാവുമ്പോൾ കുഞ്ഞ് അതനുസരിച്ച് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് കല്ലിക്കും ഭയങ്കര വേദനയാണ്. ആ ഒരു വേദനയും നമ്മൾ ഈ നിപ്പിൾ ക്രാക്ക് ആവുന്ന വേദനയും എല്ലാം കൂടെ സഹിക്കാൻ പറ്റാത്തൊരു വൃത്തികെട്ട വേദനയാണ് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, അത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അനുഭവിച്ചിട്ടുള്ളവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. അത് നമ്മുടെ കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ അറിയാൻ പറ്റും ആരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. സോ ഇനി ആരും അങ്ങനെ ഒരു ഇത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടിട്ട് മൊത്തമായിട്ട് മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ നിപ്പിൾ ക്രാക്കേഴ്സ് വരുന്ന ടൈമിൽ ഇതാണെങ്കിൽ മരുന്നൊക്കെ പുരട്ടാനായിട്ട് തരും. അപ്പം നിങ്ങൾക്ക് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്ത് വെച്ചിട്ട് ഈ പാല് നമുക്ക് കൊടുക്കാം. ചില ചേച്ചിമാർ ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പമ്പ് ചെയ്ത് വെച്ചൊന്നും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിട്ടുള്ള ഒരു പാല് കൊടുപ്പും റെസ്റ്റ് എടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അല്ലാതെ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് കഴിയുമ്പോൾ തന്നെ അവരുടെ ജോലിക്ക് പോകും, കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ആയമാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പോകുന്നവർ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഈ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വെച്ചിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യലാണ് ചെയ്യാറുള്ളത്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇതുകൊണ്ടിട്ട് ഒരു ദോഷവും നമ്മുടെ കുഞ്ഞിനുണ്ടാവില്ല. നമ്മുടെ നോർമൽ മിൽക്കാണ്, നമ്മുടെ പാലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെല്ലുന്നത്. പിന്നെ ഒരുപാട് പാൽ അധികം ഉള്ളവർ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പാലില്ലാത്ത അമ്മമാർക്ക് പാലില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എടുക്കും. വേറെ എവിടെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈവറ്റിലൊക്കെ എടുക്കുമായിരിക്കും, അതിന് പേയ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് അധികം ആവുന്നത് ഇത് കണക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഈ പാല് കെട്ടി നിന്ന് ഭയങ്കര വേദനയാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനുള്ള പാല് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് ഇത് കണക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാൾ, 1 ഇയർ വരെയൊക്കെ ഇരിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതിപ്പം നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലിനകത്ത് പുറത്ത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 hours വരെ പാല് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇത് 4 മണിക്കൂറോളം വെളിയിൽ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നോർമൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാസം വരെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത്രയൊന്നും വെച്ച് കൊടുക്കാറില്ല. മാക്സിമം കൂടിപ്പോയ ഒരു 2 hours പാല് കൊടുത്ത് കഴിയാറുണ്ട് കേട്ടോ. കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് കളയുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇതുകൊണ്ടിട്ട് വേറെ യൂസൊന്നും ഇല്ലല്ലോ. സോ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് കളക്ട് ചെയ്ത് ഫ്രീസറിൽ കറക്റ്റ് പ്രോപ്പർ രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 1 ഇയർ വരെയും 2 ഇയർ വരെയും എടുക്കുന്നവരുണ്ട്. അതായത് ഈ ഡൊണേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമ്പം അങ്ങനെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ വേയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പാല് കൊടുക്കുക അതെന്ന് പറയുന്നത് അതൊരു ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ജീവാമൃതമാണ് എന്നാണ് പറയപ്പെടുന്നത്. സത്യമാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം, ഒരു അമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് ഈ മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത്. സോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ.
അതെന്തുകൊണ്ടിട്ടാണ് എന്ന് എനിക്ക് അറിയത്തില്ല. അത് ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പാലുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പാലുണ്ട് എന്ന് പറയരുതെന്ന് പറയും. പാലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ പാല് വറ്റിപ്പോവും, കുറഞ്ഞു പോവും, ക്വാണ്ടിറ്റി കുറയും, കണ്ണ് തട്ടുമോ എന്നൊക്കെ പറയും. അതുകൊണ്ട് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ അന്ധവിശ്വാസിയല്ല, പക്ഷേ എനിക്ക് അനുഭവം വരുന്നതിനകത്തൊക്കെ ഞാൻ വിശ്വസിക്കാറുണ്ട്. കാശി ബേബീൻ്റെ ടൈമിൽ ആരെങ്കിലും ഞങ്ങൾക്ക് പാലുണ്ടോ, കുഞ്ഞിന് കൊടുക്കാൻ പാലുണ്ടോ, പാല് തികയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഉണ്ട് എന്നൊക്കെ സന്തോഷത്തോടെ പറയും. അത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞ് പാല് കുടിക്കുന്നത് ഭയങ്കരമായിട്ട് കുറയും. ഭയങ്കര നിർബന്ധം, വാശി, കുടിക്കുന്നതും കുറയും. നമുക്ക് പാല് നിറയുമ്പം നല്ല ഇവിടുന്നേ ഇങ്ങനെ നിറഞ്ഞു വരുന്നത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റില്ല. ആ ഒരു ഞരമ്പിനകത്തൂടെ പാല് പോണ ആ ഒരു പ്രഷർ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ചെറിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള പാല് നിറയുന്ന ആ ഒരു പ്രൊസീജിയർ, എങ്ങനെയാ അത് പറയാം, ലൈക്ക് അത് നിങ്ങൾക്കറിയാമല്ലോ. പാല് നിറയുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ബ്രസ്റ്റിൽ പാല് നിറയുമ്പോൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്നവരുണ്ടാവും. അപ്പം ഇത് ആ ഒരു നിറയുന്ന ആ ഒരു ഫീല് കാണത്തില്ല. മൊത്തം ഒരു എംപ്റ്റി ഫീല്. നമ്മുടെ ബ്രസ്റ്റ് ഇങ്ങനെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. കുറച്ച് തിക്കായിട്ടിരിക്കുമ്പം നമുക്ക് പാലുണ്ടെന്ന് അറിയാൻ പറ്റും. എംപ്റ്റി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എംപ്റ്റി ഫീല് തോന്നും. പാലില്ല, കുറവാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്റ്റി ഫീല് തോന്നും. കറക്റ്റ് നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ എങ്ങനെ ഇത്ര ഓപ്പണായിട്ട്, എനിക്ക് ഇതിൽ കൂടുതൽ ഓപ്പണായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിൽ കൂടുതൽ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കാനും ഇതാക്കാനും ആൾക്കാർ കാണും. അതുകൊണ്ടിട്ട് ഞാൻ കൂടുതൽ ഇതാക്കുന്നില്ല. സോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേന്നുള്ളൂ. സോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് കുഴപ്പമില്ല, കുറവാ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എന്നോട് വീട്ടിൽ പറയാറുണ്ട്. സോ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ മറുപടിയൊന്നും പറയാനായിട്ട് പോവില്ല. അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇത് വേറെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ ഇപ്പോൾ പറയുക, ഓരോരോ വിശ്വാസങ്ങൾ ഇങ്ങനെ പഴയ തലമുറകൾ ഇങ്ങനെ കൈമാറി പോകണം. ഓരോരോ വിശ്വാസങ്ങളായിരിക്കാം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. ഒന്ന് മെഷർമെൻ്റ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്രസ്റ്റ് പമ്പ് നമ്മുടെ പാല് നിറയുമ്പോൾ ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് മാറ്റി വെച്ച് കുഞ്ഞിന് തന്നെ കൊടുക്കാം. അത് കളയണ്ട, കുഞ്ഞിന് തന്നെ നമുക്ക് ബോട്ടിൽ ഫീഡ് വഴി കൊടുക്കാൻ പറ്റും. ബോട്ടിൽ ഫീഡ് ചില വീട്ടുകാർ പറയും ബോട്ടിൽ ഫീഡൊന്നും വേണ്ട, നമ്മൾ പാല് പിഴിഞ്ഞ് നമ്മുടെ സ്വന്തം പാലായാലും കൊടുക്കണ്ടെന്ന് പറയാം. അങ്ങനെ കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാല് നല്ല പാല് തന്നെയാണ്. സോ അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 4 മണിക്കൂറോളം പുറത്ത് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ വീഡിയോ എടുത്തത്. ഞാൻ ആദ്യമേ അത് റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പറയുകയാണ്. ഈ ഒരു പാലിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഉള്ളത് ഈ നിപ്പിൾ ക്രാക്ക്, അതായത് നിപ്പിൾ ഇങ്ങനെ വിണ്ട് കീറുമ്പോൾ ആ ഒരു വേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വയറും നിറയും. നമുക്ക് പാല് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചാണ് പാലുണ്ടാവുന്നത്. ഇപ്പോൾ പമ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പമ്പ് ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് ബ്രസ്റ്റ് നിറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പമ്പ് ചെയ്ത് മാത്രമല്ല കേട്ടോ കൊടുക്കാറുള്ളത്. എനിക്ക് അധികം വരുന്ന പാലിങ്ങനെ പമ്പ് ചെയ്ത് വെക്കും. നല്ല രീതിയിൽ നിറയുമ്പോൾ നല്ല വേദന എടുക്കുമല്ലോ, ആ ഒരു പ്രഷർ മാറ്റാൻ വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് കുഞ്ഞിനെ തന്നെ കൊടുക്കും. ഇവിടെ ഇപ്പോൾ 2 പേരുള്ളതുകൊണ്ടിട്ട് ഞാൻ ഇത് വലിയ ഉപകാരം വരുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഈ ഐറ്റം കാണിച്ചു തരാം. ഞാൻ വാങ്ങിയത് ഇതാണ്. നിങ്ങൾക്ക് ഏത് ബ്രസ്റ്റ് പമ്പ് വേണമെങ്കിലും മേടിക്കാം. മാനുവൽ വാങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്. മാനുവൽ ആകുമ്പോൾ നമ്മൾ കുറേ പ്രഷർ കൊടുത്ത് പമ്പ് ചെയ്യണം. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന അളവിന് പാല് വരില്ല. പാലുണ്ടാവും, പക്ഷെ പാല് വരത്തില്ല. പമ്പിനകത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൈയൊക്കെ കഴിക്കും. അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്കേഴ്സ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര പ്രഷറാണ് നമ്മൾ മാനുവലിൽ. പക്ഷേ ഇത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ഇതല്ല ഐറ്റം, ഇതാണ് ഐറ്റം. നമ്മുടെ മെയിൻ അതിൻ്റെ തലഭാഗം ഇതാണ്, ഇതിൻ്റെ വാലുഭാഗം ഇതാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കണക്കൊരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് വെച്ച് അടച്ച് ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ബോക്സിൻ്റെ അകത്തുള്ളതാണ് ഈ ബോക്സ്. ഈ ഒരു പൗച്ചിൻ്റെ അകത്താണ് ഈ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് വാഷ് ചെയ്യാനുള്ള ബ്രഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇത് കുറച്ച് വലിയ എന്താ കുറച്ച് സൈസുള്ള, അതായത് നമുക്ക് ABC എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ബ്രാ സൈസ് പറയുമല്ലോ, അതുപോലെ സൈസ് ഉള്ളവർക്ക് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് ഈ ഒരു പോർഷൻ. വാഷ് ചെയ്തിട്ട് വെച്ചേക്കുന്നോണ്ടിട്ടേ വെള്ളം തെറിച്ചത്. പിന്നെ ഇച്ചിരി ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. ഇത് ഇങ്ങനെ എടുത്ത് വെക്കാനല്ല കേട്ടോ, ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ 3 സൈസ്. ഇത് 25 mm ആണ്. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് ഇതേണ്ടേ 17 എത്ര ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, 17, 19, 21, 25. നമ്മുടെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു പോർഷനിലേക്കാണ് നമ്മുടെ നിപ്പിൾ ഇറക്കി വെച്ചിട്ട് ഇതിങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 3 എണ്ണം ഈ സാധനം, ഈ റബ്ബർ സാധനം ഉണ്ടല്ലോ, അത് 3 എണ്ണം കിട്ടും. പിന്നെ ഈ ഒരു സംഭവം, അത് ഈ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കളയാണ്ട് തന്നെ സൂക്ഷിക്കുക. ഇല്ല പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മേടിക്കേണ്ടി വരും, അതുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇത് ബ്രാൻഡ് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് നമ്മളിത് പിടിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ബ്രാൻഡ് ഉള്ളിലേക്കും അകത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഞാനിത് കാശി ബേബിയുടെ കൂടെ കളിക്കുമ്പോൾ, കാശി ബേബിക്ക് ഫീഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കുഞ്ഞിനെ ഈ സൈഡിൽ ഫീഡ് ചെയ്യുമ്പോഴേക്കും ഈ സൈഡിൽ ഞാൻ പമ്പ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാനിത് വെച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ ബ്രാൻഡ് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അത് തന്നെ പമ്പ് ചെയ്ത് നിറയുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നിറയുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയേക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ലീക്ക് ആവും കേട്ടോ. വേറെ സംഭവമുണ്ട്, 3 എണ്ണം ഉണ്ട്. പിന്നെ ഇത് മാനുവലിൻ്റെ എന്തോ ആണ് കൊടുത്തേക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല അതെന്തുവാണെന്ന്. എനിക്ക് ഉപകാരപ്പെടാത്തത് കൊണ്ടിട്ട് ഞാനത് നോക്കിയില്ല. ഇതെന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. പിന്നെ എക്സ്ട്രാ ഈ ഒരു അടപ്പ് കൂടെ വരും. ഇത് നമുക്ക് പാല് നിറഞ്ഞതിന് ശേഷം ഇതണക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ഇത് വരുന്നത് ഇങ്ങനെയാണ്, നിറച്ച് പാലിരിക്കാതെ. എന്താ അടയാത്തെ? ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ, സാധനം ഇരിക്കുന്നത്. അത് പാലിരിക്കുന്നുണ്ട്, ഞാൻ അടുത്ത് മാറ്റിയില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പാലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് പോലെ ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മുടെ ഒരു നോർമൽ ഒരു ബോട്ടിൽ കണക്കിരിക്കും. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് കണ്ട, അതിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും കണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ 4 മോഡ്സ് ഉണ്ട് കണ്ട. ഇത് നമ്മുടെ ബ്രസ്റ്റിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പൊസിഷനിൽ വെക്കുമ്പോഴത്തേന് അത് ഉള്ളിലേക്ക് തന്നെ അങ്ങോട്ട് പ്രസ് ആയിക്കോളും. പ്രസ് ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത മോഡ് എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള പ്രഷർ പുറത്തേക്ക് എടുക്കുന്നതാണ്. പിന്നെ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് വരുന്നതിനുള്ളതാണ്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഉള്ളിലേക്ക് പ്രഷറും എടുത്തിട്ട് മിൽക്കും കൂടെ വരുന്നതാണ്. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതാ 1 തൊട്ടിട്ട് 9 വരെ ഉണ്ട്. അങ്ങനെ കാര്യം കഴിയുമ്പോൾ ഇത് ഓഫാക്കിയങ്ങ് വെച്ചിരുന്നാൽ മതി. പിന്നെ ഇതിനകത്ത് ചാർജറുണ്ട്, ചാർജർ ഞാൻ കുത്തിയിട്ടേക്കുന്നു ബാക്കി. നമ്മുടെ സാധാ മറ്റേ ഫോണിൻ്റെ ചാർജർ ഉണ്ടല്ലോ, അതുകൂട്ടുള്ള ചാർജർ ഊരാൻ വയ്യ. അതിനകത്ത് ചാർജറും ഉണ്ട് കേട്ടോ, കേബിളും ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള കേബിളും ഉണ്ട്. ഇതാണ് കേബിൾ കൊടുത്തേക്കുന്നത്. സംഭവം സൂപ്പറാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി.
നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയോണ്ടിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനെ റിമൂവ് ചെയ്ത് നമ്മൾ പാലെടുത്തതിന് ശേഷം ഈ ക്യാപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ അടച്ചു വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിൻ്റെ അകത്ത് ആക്കിയിട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ മെയിനായിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ബ്രഷ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, കൊള്ളാം. എങ്ങനെ പറഞ്ഞു ഇപ്പം ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ ഇപ്പം പറയുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം കൊണ്ടിട്ടാണ് ഈ ഒരു വിഷയമല്ല, ഈ വിഷയങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്തിരുന്നാൽ മതി. ആമസോൺ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി സെർച്ച് ചെയ്യുമ്പോൾ ഇതിൽ റേറ്റ് കുറവുള്ളത് കിട്ടുമെന്ന് നോക്കി കഴിഞ്ഞാൽ മേ ബി കിട്ടുമായിരിക്കാം, എനിക്കറിയത്തില്ല. കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കൽ ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്താൽ മതി. അല്ലാതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോർമലാണ് വരും, മാനുവലൊക്കെ വരും കേട്ടോ. മാനുവൽ ഞാൻ പറയുന്നത് മാനുവൽ വാങ്ങാത്തതിനാണ് നല്ലത്. പിന്നെ ആ മാനുവലിന് റേറ്റ് കുറവാണ്. നമുക്ക് 700, 2000 ആ ഒരു റേറ്റിലൊക്കെ മാനുവൽ മേടിക്കാൻ കിട്ടും. ഇതാകുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷേ സാധനം നല്ലതാണ്. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്നും വേണ്ടി വന്നില്ല വെച്ചിട്ട്. ഇതിനകത്ത് 10 ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സംഭവം നമുക്ക് മാനുവലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എന്താ ഇത് ഉദ്ദേശിക്കുന്നത് എന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പൈപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചീത്തയായി പോത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരി, എന്തായാലും ഞാൻ പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.